കേരളത്തിൽ ഭരണം നടത്തുന്ന പിണറായി വിജയൻ സർക്കാരിനും ഭരണത്തെ നിയന്ത്രിക്കുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഏത് കൊടിയ ക്രിമിനലുകളെയും സംരക്ഷിക്കുവാൻ അവർ ഏതറ്റം വരെയും പോകും എന്നുള്ളതിനുള്ള നിരവധി അനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നമുക്കറിയാം, TP ചന്ദ്രശേഖരനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി കഠിന തടവിന് വിധിച്ച നിരവധി കൊടും ക്രിമിനലുകൾക്ക് സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ സർക്കാർ നിരവധി അനവധി തവണ പരോളുകൾ അനുവദിച്ചിട്ടുള്ളത്. KK രമ ഇതിനെതിരെ നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും നടത്തുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പ്രതികളെ വിട്ടയക്കുവാനുള്ള ശുപാർശ പോലും ഈ സർക്കാർ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ഷുഹൈബിൻ്റെയും ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതക കേസിൽ പ്രതികളായവരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷിക്കുവാനായി പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി സർക്കാർ നടത്തിയ നിയമ പോരാട്ടങ്ങളുടെ കണക്കുകളും തെളിവുകളും പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് സംശയിക്കപ്പെട്ടിട്ടും CPM സംരക്ഷിച്ചു നിർത്തുന്ന സർക്കാർ സംവിധാനങ്ങളെ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് സംരക്ഷണ കവചമൊരുക്കുന്ന 5 വനിതകളെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത എന്ന് പറയുന്നത് PP ദിവ്യ എന്ന CPMൻ്റെ നേതാവിന്, കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് സർക്കാർ ഒരുക്കുന്ന സംരക്ഷണ കവചത്തെക്കുറിച്ചുള്ളതാണ്. PP ദിവ്യക്കെതിരെ അവർ നടത്തിയ അവിഹിത സ്വത്തു സമ്പാദനത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് അയച്ചപ്പോൾ ദിവ്യക്കെതിരെ അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊരു കൗതുകകരമായ വസ്തുതയെന്ന് പറയുന്നത് ദിവ്യയുടെ സകല വൃത്തികേടുകൾക്കും കുട പിടിച്ച, അവരുടെ തീട്ടൂരങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് നിയമലംഘന പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്ന പഞ്ചായത്ത് സെക്രട്ടറിയെ ബലിയാടാക്കുവാനുള്ള ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ സംഭവത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. എവർക്കും അറിയാവുന്നതുപോലെ ADM ആയ നവീൻ ബാബുവിനെ ജീവനൊടുക്കുവാൻ പ്രേരിപ്പിച്ച കേസിൽ പ്രതിയാണ് PP ദിവ്യ. ഈ കേസിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും PP ദിവ്യയ്ക്ക് വലിയ രീതിയിൽ സംരക്ഷണം ലഭിക്കുകയും കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ ഈ കേസിൽ CPMൻ്റെയും സർക്കാരിൻ്റെയും രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയിട്ടാണ് എന്ന ആക്ഷേപവും നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും പെൺമക്കളും മുന്നോട്ട് പോകുമ്പോഴും അവരുടെ എതിർപക്ഷത്ത് സജീവമായി നിലയുറപ്പിച്ചുകൊണ്ട് PP ദിവ്യയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നത് CPM ആണ്. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, അനധികൃത സ്വത്ത് സമ്പാദന ഏർപ്പാടുകൾ PP ദിവ്യ നടത്തിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളടക്കമാണ് മുഹമ്മദ് ഷമ്മാസ് വിജിലൻസ് കോടതിയെ സമീപിച്ചതെങ്കിലും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാട് ഔദ്യോഗികമായി സർക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു. സമാനമായി CPM സംരക്ഷണം ഒരുക്കുന്ന മറ്റൊരു വനിത എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായി അവർക്ക് ഏറ്റവും പ്രിയങ്കരയായി മാറിയ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനുമെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊതുരംഗത്ത് വന്നതോടുകൂടിയാണ് MA ഷഹനാസ് എന്ന കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് CPMൻ്റെ പ്രിയങ്കരിയായി മാറിയത്. എന്നാൽ CPMനെ പ്രതിരോധിക്കുവാൻ, കോൺഗ്രസിനെ ഒറ്റുകൊടുക്കുവാൻ MA ഷഹനാസ് നടത്തിയ പ്രസ്താവനകളുടെ പിന്നാമ്പുറങ്ങൾ തേടി കോൺഗ്രസ് പ്രവർത്തകർ അലഞ്ഞിറങ്ങിയപ്പോൾ ഷഹനാസിൻ്റെ പല നാറുന്ന കഥകളും പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. സാഹിത്യകാരനായ VR സുധീഷ് നൽകിയ കേസിൽ MA ഷഹനാസിന് തുടർച്ചയായി കോടതിയിൽ നിന്ന് സമൻസ് അയച്ചിരുന്നു. എന്നാൽ നിയമത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഒരിക്കൽ പോലും കോടതിയിൽ ഹാജരാകുവാൻ ഷഹനാസ് തയ്യാറായിട്ടില്ല. എന്നാൽ ഇതിൻ്റെ പേരിൽ ഷഹനാസിന് 2025 ഡിസംബറിൽ തന്നെ കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിക്കാമെന്നുള്ള കണ്ടീഷനിന്മേൽ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഈ സമയങ്ങളിലെല്ലാം കോഴിക്കോടിൻ്റെ സാമൂഹ്യ രംഗങ്ങളിൽ സജീവമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഷഹനാസിനെ അറസ്റ്റ് ചെയ്യുവാനോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനോ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുവാനോ ബേപ്പൂർ SHO തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിലായി സഹികെട്ട കോടതി, കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ഇപ്പോൾ ഷഹനാസിനെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യാതെ കൃത്യവിലോപം നടത്തിയതിൻ്റെ പേരിൽ ബേപ്പൂർ SHOയ്ക്ക് നോട്ടീസ് മെമ്മോ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ലോങ് പെൻഡിംഗ് വാറണ്ടുകൾ ഉൾപ്പെടെ കൃത്യതയോടുകൂടി നടപ്പാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കേരള പോലീസ് ഈ കേസിൽ ഷഹനാസിനെ തൊടാതിരിക്കുന്നത് CPM നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്താൽ തന്നെയായിരിക്കണം. ഇപ്പോൾ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ പോലും ബേപ്പൂർ SHOയ്ക്ക് CPMൻ്റെ നിർദ്ദേശത്തെ മറികടന്ന് ഷഹനാസിനെ അറസ്റ്റ് ചെയ്യുവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.
അത്രമാത്രം സ്വാധീനമാണ് CPM അവരുടെ താൽപ്പര്യപ്പെട്ടവർക്ക് വേണ്ടി ഭരണതലത്തിലും പോലീസിലും നടത്തുന്നത് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷഹനാസിന് ലഭിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം. ഷഹനാസ് തുടർച്ചയായി നടത്തുന്ന വിദേശ യാത്രകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്നു എന്നാരോപിക്കപ്പെടുന്ന കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കൾ കേരള DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിലും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന വസ്തുത കൂടി കണക്കിലെടുക്കുമ്പോൾ CPM ഷഹനാസിനു വേണ്ടി എത്രമാത്രം ശക്തമായ പ്രതിരോധമാണ് ഒരുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം അവർ ഒരു പ്രത്യുപകാരമായിട്ട് ചെയ്യുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫി പറമ്പിലിനെയും വേട്ടയാടുവാൻ CPMന് ലഭിച്ച ഏറ്റവും മികച്ച ആയുധം എന്ന പരിഗണന തന്നെയാണ് ഇപ്പോൾ ഷഹനാസിന് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം വിവാദവുമായി ബന്ധപ്പെട്ട് രാഹുൽ വേട്ടയ്ക്കിറങ്ങിയ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് CPM നൽകുന്ന സംരക്ഷണവും ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളതാണെന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മറ്റാരുമല്ല, ന്യൂസ് മലയാളം 24/7 എൻ്റെ പ്രധാനപ്പെട്ട വാർത്താമുഖമായിരുന്ന ഇപ്പോൾ ബിഗ് TVയിലേക്ക് ചുവടുമാറിയ ലക്ഷ്മി പത്മയാണ് ഈ മാധ്യമ പ്രവർത്തക. നമുക്കേവർക്കും അറിവുള്ളതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതകളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നു എന്നതിൻ്റെ പേരിൽ UDF അനുകൂല സ്വഭാവമുള്ള രാഹുലിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുള്ള നിരവധി UDF അനുഭാവികൾക്കും കോൺഗ്രസ് UDF നേതാക്കൾക്കുമെതിരെ പിണറായി വിജയൻ പോലീസ് കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുവാൻ നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇവരിൽ പലരും ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം നേടിയതിന് ശേഷമാണ് ഇപ്പോൾ ആശ്വാസത്തോടുകൂടി പൊതുമധ്യത്തിൽ ഇറങ്ങി നടക്കുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ കേസിൽ പരാതി നൽകിയ അതിജീവതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന അനവധി സൂചനകൾ ലക്ഷ്മി പത്മ പങ്കുവച്ചിട്ടും ഇതിൻ്റെ പേരിൽ അവർക്കെതിരെ ഒരു കേസെടുക്കുവാനോ നിയമപരമായ നടപടികൾ സ്വീകരിക്കുവാനോ സർക്കാരോ പോലീസോ തയ്യാറായിട്ടില്ല. ഇവിടെ ലക്ഷ്മി പത്മയുടെ വെളിപ്പെടുത്തലുകൾ തങ്ങൾക്ക് രാഷ്ട്രീയമായി വലിയ മേൽക്കോയ്മ സമ്മാനിച്ചു എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPM ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് വലിയ രീതിയിൽ സംരക്ഷണ കവചം ഒരുക്കുന്നതും നിയമത്തിൻ്റെ കണ്ണുകൾ അവർക്ക് നേരെ അടച്ചു പിടിച്ചിരിക്കുന്നതും. നമുക്കറിയാം, ഒരു പരിധിവരെ ലക്ഷ്മി പത്മ CPMനെ സഹായിക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2025 ഏറ്റവും മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള കേരള സംസ്ഥാന സർക്കാർ അവാർഡ് അവരെ തേടിയെത്തിയതെന്നും രാഹുലിനെ അനുകൂലിക്കുന്ന നിരവധി ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ പട്ടികയിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു പേരാണ് ലക്ഷ്മി പത്മയുടേത് എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ പട്ടികയിൽ 4ഉം 5ഉം സ്ഥാനത്തുള്ളത് CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ബന്ധുക്കൾ തന്നെയാണെന്നുള്ളതാണ് വസ്തുത. അതിൽ 4ാമത്തെ സ്ഥാനത്തുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായ വീണ വിജയൻ തന്നെയാണ്. കേന്ദ്ര ഏജൻസിയായ സെമി ജുഡീഷ്യൽ സ്വഭാവമുള്ള SFIO ഇവർക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ അവരുടെ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ വിജയൻ മാസപ്പടി ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവുകൾ സഹിതമായിരുന്നു SFIOയുടെ ഉത്തരവ് പുറത്തു വന്നത്. എന്നാൽ ഈ കേസിൽ SFIOയുടെയും കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെയും തുടരന്വേഷണങ്ങൾക്ക് തടയിടുവാനായി സർക്കാർ തന്നെ പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കിക്കൊണ്ട് കോടതികളിൽ അപ്പീൽ സമർപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായി. സർക്കാരിന് പുറമെ വീണ വിജയനും ഇത്തരത്തിൽ നിയമ പോരാട്ടം നടത്തി ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നതും നമുക്ക് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതിക്ക് കുടപിടിക്കുന്ന അവർക്കെതിരെ ഉയരുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾക്ക് ന്യായീകരണം നിരത്തിക്കൊണ്ട് ക്യാപ്സൂളുകൾ ഇറക്കുന്ന CPM ഇവരെ സംരക്ഷിച്ചു പിടിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിലായി ഈ പട്ടികയിൽ പരാമർശിക്കേണ്ട പേര് എന്ന് പറയുന്നത് PK ശ്യാമള എന്ന ആന്തൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൻ്റേതാണ്. PK ശ്യാമള ആന്തൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ മാത്രമല്ല CPMന് പ്രിയപ്പെട്ടവരായി മാറുന്നത്. ഇവരുടെ ഭർത്താവ് MV ഗോവിന്ദനാണ് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും CPMൻ്റെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങളിൽ ഒരാളും. PK ശ്യാമളയുടെ കാലത്ത് അവരുടെ വ്യക്തിവൈരാഗ്യം മൂലം ആന്തൂരിൽ കൺവെൻഷൻ സെൻറ്റർ കോടിക്കണക്കിന് രൂപ മുടക്കി പടുത്തുയർത്തിയ സാജൻ എന്ന പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ സാജൻ്റെ മരണത്തിൽ ശ്യാമള പ്രതിരോധത്തിലായപ്പോഴും സാജൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിക്കൊണ്ട് അവരുടെ സ്വഭാവശുദ്ധിയെപ്പോലും സംശയിക്കുന്ന വ്യാജ വാർത്ത ദേശാഭിമാനിയിലടക്കം പബ്ലിഷ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വൈരാഗ്യ മനോഭാവമാണ് CPM ഈ കുടുംബത്തോട് സ്വീകരിച്ചത്. പിന്നീട് സാജൻ്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണങ്ങൾ നടത്താതെ കേസ് അട്ടിമറിച്ചതിന് പിന്നിലും PK ശ്യാമളയെ സംരക്ഷിച്ച് പിടിക്കുക എന്നുള്ള CPM നിലപാട് തന്നെയായിരുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല.
ഇത്തരത്തിൽ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ കേരളത്തെ വിശ്വസിച്ച് നിക്ഷേപമിറക്കിയ ഒരു വ്യവസായിയുടെ ജീവൻ എടുത്തിട്ടും പി കെ ശ്യാമള ഇന്ന് CPM നേതൃത്വത്തിൻ്റെ പ്രിയങ്കരിയാണ്. ഒരുപക്ഷെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഭർത്താവ് MP ഗോവിന്ദൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ അവർ സ്ഥാനാർത്ഥിയാകുവാനും സാധ്യതയുള്ളവരുടെ പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കൗതുകകരമായ കാര്യമെന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ കുറ്റത്തിൽ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും പുറത്തു വന്ന PP ദിവ്യയെ മാലയണിച്ച് സ്വീകരിച്ചതും പി കെ ശ്യാമള തന്നെയാണെന്നുള്ളതാണ്. ഇത്തരത്തിൽ ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കപ്പെട്ടിട്ടും CPM ശക്തമായ സംരക്ഷണ കവചമൊരുക്കുന്ന 5 വനിതകളെ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.